ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC തുർക്കി വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യുന്നു. ദക്ഷിണേഷ്യയിലെ ഒരു തുറമുഖത്ത് ആദ്യമായാണ് ഈ വലിയ കപ്പലെത്തുന്നത്. വിശദാംശങ്ങളുമായി PS വിനയ ചേരുന്നു. വിനയ, സൗത്ത് ഏഷ്യയിലെത്തുന്ന ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞത്തെത്തുന്നു എന്ന ഒരു വലിയ പ്രാധാന്യമുണ്ട്. വിഴിഞ്ഞം തുറമുഖം പുതിയ തലത്തിലേക്ക് ഉയരുന്നു എന്ന ഒരു കാര്യം നമുക്ക് ഈ കപ്പലിന്റെ ബർത്തിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആനന്ദോ, സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല സൗത്ത് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു കപ്പൽ തുറമുഖത്തേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. 24,343 കണ്ടെയ്നറുകളോളം വഹിക്കാൻ, സ്റ്റാൻഡേർഡ് കണ്ടെയ്നറുകളോളം വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണിത്. അതിന്റെ ബർത്തിംഗ് ആണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ കപ്പൽ തുറമുഖത്ത് എത്തിയിരുന്നെങ്കിലും ഇന്നലെ ബർത്തിംഗ് നടത്താൻ സാധിച്ചിരുന്നില്ല. ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ മാറ്റാനായിട്ടുള്ള ഫീഡിംഗ് ഷിപ്പുകളുടെ ബർത്തിംഗ് ആണ് ഇന്നലെ കൊണ്ട് പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ MSC തുർക്കി ഇപ്പോൾ ബർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബർത്തിംഗ് പൂർത്തിയാക്കി എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇനി ഇവിടെ ഉള്ളത്. എന്തായാലും വളരെ വലിയ ഒരു നേട്ടമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ന് നേടാനായിട്ടുള്ളത്. ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സംബന്ധിച്ചുള്ള കരാറുകളെല്ലാം തന്നെ ഇന്ന് ഒപ്പുവെച്ചിരുന്നു കേന്ദ്ര സർക്കാരുമായി. ആ ദിവസം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഇവിടെ അടുപ്പിക്കാൻ കഴിഞ്ഞു, ബർത്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ നേട്ടമാണ്. തീർച്ചയായും വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. MSC തുർക്കി എന്ന ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുകയാണ്. PS വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.